എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1351 ദിവസമാണ്. ഇന്ന് സൂം മലയാളം സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേട്ടാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സാദത്ത് സേട്ട് നമുക്ക് നേരത്തെയും ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം സൗന്ദര്യവും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണത്. എങ്ങനെയാണ് നമുക്ക് ഇനിയും അങ്ങനെ നമ്മുടെ എന്താണ് സൗന്ദര്യം ആയിട്ട് ബന്ധപ്പെടുത്തി ഹോമിയോപ്പതി എങ്ങനെ ബന്ധപ്പെടുത്താം, എങ്ങനെ അത് മെച്ചപ്പെടുത്താം, എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഡോക്ടർ ഒന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അത് കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും നമുക്ക് വളരെ ആദരപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടർ സാദത്ത് സേട്ടിനെ ക്ഷണിക്കുന്നു. സ്വാഗതം ഡോക്ടറെ, ക്ലാസ് തുടങ്ങാം. സാർ അൺമ്യൂട്ട് ആണ് ഡോക്ടറെ. ഇപ്പം അൺമ്യൂട്ടായി. നന്ദി. IFPH കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. 1300 ക്ലാസ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതലും ഞാനും എടുത്തിട്ടുണ്ട് കുറെ ക്ലാസ്സുകൾ. ഇതൊരു ഡിഫറെന്റ് അപ്രോച്ചാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് മിക്കവാറും ഫോക്കസ് ചെയ്തത് നമ്മുടെ ഹെയർ ഫോളും ഡാൻഡ്രഫും അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ പറയാൻ വിട്ടുപോയത്, എനിക്ക് കാണിക്കാൻ പറ്റാതെ പോയത് ഒരു ചെറിയൊരു സാധനം ഇന്ന് കാണിച്ചേ പറ്റൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് സഹായിക്കുന്നുണ്ടെന്നുള്ളത് ഇത് ഭയങ്കര സഹായമാണ്. ഹെയർ ഫോൾ കേസസിൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കേസസിൽ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് കേസുകളിൽ നമുക്ക് പേഷ്യന്റിന്റെ കോൺഫിഡൻസ്, അതായത് പേഷ്യന്റ് നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഡാൻഡ്രഫ് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്കത് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ഡാൻഡ്രഫ് ഉണ്ട്, ഇന്ന ഒരു സ്ഥലത്ത് നമുക്ക് സ്കാൽപ്പ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന സാധനം ഉണ്ട്, വാട്ട്സ് ഉണ്ടാവും, ചിലപ്പോൾ ഇത് നമ്മുടെ താരൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ രോഗിക്ക് നമുക്ക് കൂടുതൽ ഇത് കൊടുക്കാൻ കാണാൻ പറ്റുമോ? ഈ ഒരു സാധനം, അതായത് ചെറിയൊരു ഇതാണ്, നമ്മുടെ ലാപ്ടോപ്പുകളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ തലയിൽ വെച്ചിട്ട് നമുക്ക് ഓരോ സ്പേസിലും നമുക്കത് ഇത് ചെയ്യാൻ പറ്റും. ഇതിൽ കണക്ട് ആവണമെന്നില്ല എന്ന് മാത്രം. നമുക്ക് ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഓരോ തലയുടെ ഓരോ സ്പേസിൽ വെച്ചിട്ട് അത് അനലൈസ് ചെയ്ത് സൂം ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പിൽ ചെയ്യാം. പേഷ്യന്റിന് നമുക്ക് കാണിച്ചു കൊടുക്കാം, ഇന്ന സ്ഥലത്ത് ഡാൻഡ്രഫ് ഉണ്ട്, ഇത്ര തിക്നെസ്സിലുണ്ട്, ഹെയർ ഡാമേജ് ഇത്രയുണ്ട്, ഹെയർ ഫോൾസ് ഇങ്ങനെ വരുന്നുണ്ട്, ഈ ഏരിയയിൽ ഹെയർ ഫോൾസ് ഉണ്ട്. ഇതിനൊന്നും വലിയ കോസ്റ്റ്ലി ഏർപ്പാടല്ല. ഇതിനാകെ വരുന്ന എന്താണ്, ലെസ് ദാൻ 1000 rupees ആണ് ഈ ഒരു മെഷീന് വരുന്നത്. പക്ഷെ ഇത് എത്രത്തോളം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് നമ്മളുടെ ബിഫോർ ട്രീറ്റ്മെന്റിൽ നമുക്ക് ഇതിൽ ഫോട്ടോ എടുത്ത് വെക്കാം. ബിഫോർ ട്രീറ്റ്മെന്റിലും കാണിക്കാം, എന്താ പറയാ, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റെസ്പോൺസ്, ഇതാണ് റിസൾട്ട്. പേഷ്യന്റ് കൺവിൻസ്ഡ് ആണ്. അവർ 10 പേഷ്യന്റിന് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കും. ഓരോ ഹെയർ ഗ്രോത്ത് നമുക്കറിയാൻ പറ്റും. ഇന്ന പൊസിഷനിൽ ഹെയർ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇങ്ങനെയാണ്. നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊരു കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റിയില്ല. അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ഇത് ആമസോണിൽ കിട്ടുന്ന സാധനമാണ്. ആകെ 700-800 രൂപയുള്ളൂ. ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന സാധനമാണ്. സ്കാൽപ്പ് അനലൈസർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും.
അതിന്റെ റേറ്റ് പറഞ്ഞോ മേഡം. റേറ്റ് ലെസ് ദാൻ 1000 ലെസ് ദാൻ 1000 ആണ്. ഓക്കെ. ചിലപ്പോൾ നമുക്ക് ഓഫറിലുള്ള സമയത്തൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 700-800 രൂപയ്ക്ക് പോലും അത് കിട്ടും. ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ എപ്പോഴും മുടി കൊഴിച്ചിലും അതും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഒന്ന് ഇത് ചെയ്യണ്ടേ, എന്താ പറയാ, കൺഫേം ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. ഇത് കാണാമോ ഇപ്പോ? കാണാം. ഓക്കെ. ഞാൻ ആദ്യം തന്നെ എക്കാന്തോസിസിലോട്ട് പോവാ. ബേസിക് ആയിട്ടുള്ള എക്കന്തോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പിലോട്ടും ഞാൻ പോവാം. ഓക്കെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സ്പീഡായി എന്നുള്ളൊരു ഇത് വന്നതോടുകൂടി ഞാൻ കുറച്ച് സ്ലോ അല്ല, എന്നാലും കുറെ കാര്യങ്ങൾ ഇന്ന് ആഡ് ചെയ്തു നമ്മളെ ഈ സ്ലൈഡിൽ. അത് എത്ര അത്യാവശ്യമുള്ളത് അതിന്റെ കംപ്ലീറ്റ് ആഡ് ചെയ്തപ്പോൾ അതിന്റെ ഒരു അലൈൻമെന്റ് തെറ്റിയിട്ടുണ്ട്. അതാണ് സംഭവം. ഓക്കെ. നമുക്ക് അക്കൗണ്ടോസിസിൽ പോണതിന് മുമ്പ് നമ്മൾ സാധാരണ നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ സാധാരണ കാണുന്നതാണ്. കോസ്മെറ്റിക് ക്ലിനിക്സിലൊക്കെ മെയിൻ ആയിട്ട് പ്രത്യേകിച്ച് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയണതാണ്, സാറ് ഡാർക്ക് സർക്കിൾ ഉണ്ട്, അപ്പൊ നമ്മൾ പറയാം അത് ഉറങ്ങാണ്ടാണ്, സ്ട്രെസ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഓക്കെ. ഇതൊരു ഡാർക്ക് സർക്കിൾ. ഡാർക്ക് സർക്കിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്റെ ചുറ്റും അല്ലെങ്കിൽ കണ്ണിന്റെ ലോവർ ലിഡിന്റെ താഴെ മിക്കവാറും ഇങ്ങനെ കിടക്കും ഒരു കറുത്ത പാട്. ചിലവർക്ക് അത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ കിട്ടും ചെറുതായിട്ട്, അല്ലാത്തത് നമ്മൾ അക്വയർ ചെയ്ത് സാധാരണ കിട്ടുന്നതാണ്. ഓക്കെ. നമ്മൾ പറയണ പോലെ തന്നെ ഉറക്കമില്ല, സ്ട്രെസ് ആണ്, പിന്നെ ഡീഹൈഡ്രേഷൻ ആണ്. ഇതൊക്കെ അതിന്റെ കാര്യങ്ങളാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ഉണ്ട്. സ്ട്രെസ്, ആൽക്കഹോള്, നമ്മുടെ വെള്ളമടി കുറച്ച് കൂടുന്നുണ്ട്. ഇപ്പൊ ലേഡീസിനും നല്ലോണം ആൽക്കഹോളും ബിയറും കഴിക്കുന്നവരുണ്ട്. പുകവലി ഉണ്ട്. ആണുങ്ങളെ പോലെ തന്നെ ഇപ്പൊ ലേഡീസും ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് സിറ്റീസിലൊക്കെ എല്ലാവരും മദ്യപിക്കും. ബാറിൽ ആണുങ്ങളെക്കാളും കൂടുതൽ ഇപ്പൊ പെണ്ണുങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. ഇതായിരിക്കും സ്ട്രെസ്, ഉറക്കമില്ലാതെ. പിന്നെ IT ഫീൽഡിലുള്ളവർക്കാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. കാരണം വെച്ചാൽ അവരുടെ ടാർഗറ്റും നൈറ്റ് ഷിഫ്റ്റും അങ്ങനെയുള്ള വരുമ്പോൾ ഈ ഡാർക്ക് സർക്കിൾസ് ഏറ്റവും കൂടുതലാണ്. ഒരു പ്രാവശ്യം ഡാർക്ക് സർക്കിൾ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ എഫക്ട് ദിയർ സൈക്കോളജിക്കൽ ഇത് വരും, ഭയങ്കര സൈക്കോളജിക്കൽ എഫക്ട് വരും. അപ്പൊ ഇത് എങ്ങനെ കുറയ്ക്കാന്നാണ് ആദ്യം ചോദിക്കുന്നത്. നമ്മളുടെ മെഡിസിൻസ് ഉണ്ടോ? ഹോമിയോപ്പതി കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ജനറൽ മാനേജ്മെന്റ് മാത്രം മതിയോ? അത് മാത്രം പോരാ, നമ്മളുടെ മെഡിസിൻസും നമുക്ക് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല ഉറക്കം ഇത് സജസ്റ്റ് ചെയ്യുക. ഇനി ഉറക്കം അവർക്ക് കിട്ടണില്ല, ആൻസൈറ്റി കാരണം എന്തെങ്കിലും സ്ട്രെസ് കാരണം അവർക്ക് കിട്ടണമെന്നില്ലെങ്കിൽ നമ്മളുടെ മെഡിസിൻസ് പാസിഫ്ലോറ അല്ലെങ്കിൽ അർജന്റം നൈട്രിക്കം അല്ലെങ്കിൽ ഇഗ്നേഷ്യ അല്ലെങ്കിൽ നാട്രിമ്യൂർ. അപ്പൊ അത് കേസ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് മെഡിസിൻസിലോട്ടാ പോവാ. ഇങ്ങനെ മിക്കവാറും പാസിഫ്ലോറ അല്ലെങ്കിൽ പിസിഡ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം റെസ്റ്റ്ലെസ് ആവും, അവർക്ക് ഇത് പറ്റില്ല. പിസിഡയുടെ സ്വഭാവം എന്താ? പിസിഡ എന്ന് പറഞ്ഞാൽ മീനാണ്. മീൻ വെള്ളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ കളിക്കൂലേ, അതുപോലെ ആന്റിം ക്രൂഡിന്റെ നമ്മൾ പറയുന്ന ഒരൊറ്റ ഫീച്ചറാണ്, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ എന്ന് പറയും. ആന്റിം ക്രൂഡ് ഇങ്ങനത്തെ ഒരു കേസസിൽ നല്ലതാണ്. കാരണം റെസ്റ്റ്ലെസ്, സ്ലീപ്ലെസ്നെസ്, ടെൻഷൻസ്, ആൻസൈറ്റി, ഇതൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻസിൽ നമുക്ക് സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യിക്കാം. അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ കുറച്ച് കേൾക്കുക, അയാൾക്കൊന്ന് സമാധാനം കിട്ടുമ്പോൾ തന്നെ അയാളുടെ സ്ട്രെസ് കുറയും, അയാളുടെ ഉറക്കം ശരിയാവും. സോ അപ്പൊ നമ്മളവിടെ ഒരു കൗൺസിലറുടെ റോളും എടുക്കണം. പിന്നെ മെഡിസിൻസ് ഞാൻ പറയാം. അവോയ്ഡ് സോൾട്ടി ഫുഡ്. സോൾട്ടും ഇതും തമ്മിൽ ചെറിയൊരു റിലേഷൻസ് ഉണ്ട്. അപ്പോൾ കാരണം ചില സോൾട്ടി വരുമ്പോൾ ഒരു പഫിനെസ് വരും.
ഡാർക്ക്നെസ് വരും, പിന്നെ സൺ ഇത് വരും. അതുപോലെ ഇത് കുറയ്ക്കാൻ കോൾഡ് കംപ്രസ് ചെയ്യാം. നമ്മൾ ഐസോ അതൊക്കെ എന്തെങ്കിലും വെച്ച് ഐസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കോൾഡ് കംപ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടാനിങ്ങും ഈ ഇതും കുറയ്ക്കാൻ പറ്റും. സ്മോക്കിംഗ് കുറയ്ക്കാന്നുള്ളത് ഒരു ഫാക്ടർ മാത്രം. ഓക്കെ, ഇത് അതിന്റെ ഗെറ്റ് മോർ സ്ലീപ്പ്, കോൾഡ് കംപ്രസ്. ഫേഷ്യൽ മസാജ്. ഫേഷ്യൽ മസാജ് എന്ത് വെച്ചിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യും? നമ്മളുടെ മെഡിസിൻ വെച്ച് മസാജ്. ഓക്കെ, അത് ഞാൻ എങ്ങനെയാണെന്ന് കറക്റ്റ് പറഞ്ഞു തരാം. നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കുക്കുംബർ അല്ലെങ്കിൽ ഇത് പേസ്റ്റ് ആക്കുക. കുക്കുംബർ വെറുതെ വെക്കുക എന്നുള്ളതും നമ്മളുടെ മെഡിസിൻസും. ആ കുക്കുംബർ പേസ്റ്റിൽ നമ്മളുടെ ഹൈഡ്രാൻജിയ, ബർബറസ് അക്യുഫോളിയം, ജബറാൻറ്റി, അലോ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് കുക്കുംബർ വെക്കുന്ന പറയണേ നല്ലത് നമുക്ക് തന്നെ കുക്കുംബർ പേസ്റ്റ് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ കൂടെ നമ്മളുടെ മെഡിസിൻസ് ബർബറസ് അക്യുഫോളിയം, ഹൈഡ്രോകോട്ടൈൽ, ജബ്രാൻറ്റി, ആർണിക്ക. ആർണിക്കൊക്കെ ശരിക്കും ഈ കളറിലൊക്കെ നല്ല എഫക്റ്റ് ആണ്. ലഡംപാൽ ശരിക്ക് അതിന്റെ ലഡംപാലിന്റെ കളറിൽ ഏതൊരു ഇഞ്ചുറി ആണെങ്കിൽ എന്താണെങ്കിലും ആ ഏരിയയില് ഡാർക്ക് ഇത് കൊണ്ടുവരും, തിക്നെസ്സും കൊണ്ടുവരും, ഡാർക്കിഷ്നെസ്സും കൊണ്ടുവരും. ലഡംപാൽ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾക്ക് ആ പേസ്റ്റിൽ, കുക്കുംബർ പേസ്റ്റിൽ യു ക്യാൻ ആഡ് ആൻഡ് യൂസ്. ടിഞ്ചർ ഡയറക്റ്റ് ടിഞ്ചർ നമ്മൾ അതിലും ഇത് ചെയ്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അത് കുറച്ച് എടുത്താൽ മതി, കണ്ടമാനമൊന്നും വേണമെന്നില്ല. ഒന്ന് ആഡ് ചെയ്യുക. ഒരു പ്രാവശ്യം ഉപയോഗിക്കാനാണെങ്കിൽ യു ക്യാൻ പുട്ട് 10 ഡ്രോപ്സ്, എന്നിട്ട് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മെഡിസിൻസ് ഇപ്പോൾ ഇത് കോസ്മെറ്റിക് എഫക്റ്റ് ആയതുകൊണ്ട്, ഇഫ് ഇറ്റ് ഇസ് ഡിസീസസ് അല്ല, ഇതൊരു കോസ്മെറ്റിക് ആയതുകൊണ്ട് യു ക്യാൻ മിക്സ് അപ്പ്. ഈ 3-4 മെഡിസിൻസ് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് യു ക്യാൻ അപ്ലൈ ഇറ്റ്. ഓക്കെ, പിന്നെ മെഡിസിൻസ്. ഇതിന് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആൻഡ് മൈ ഫേവറേറ്റ് മെഡിസിൻ ഇസ് ഫോസ്ഫറസ്. ഓക്കെ, പറയുമ്പോൾ ഫോസ്ഫറസ് ഇല്ലാതെ ഒരു പനി പോലും ഞാൻ ചികിത്സിക്കാറില്ല, ഒരു റെസ്പിറേറ്ററി കംപ്ലൈന്റ് പോലും ചികിത്സിക്കാറില്ല. സ്കിൻ കംപ്ലൈന്റിലും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് സ്കിൻ കോസ്മെറ്റിക് എഫക്ട്സിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു യെല്ലോ സബ്സ്റ്റൻസ് ആണ്. അത് മറ്റേ എയറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ഇറ്റ് ബേൺസ്. അപ്പൊ ഒരു ബേണിംഗ് പോലെയുള്ള ഒരു ഡാർക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അത് ആ ഒരു എഫക്റ്റ് ആണ് ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ സ്കിൻ കംപ്ലൈന്റിൽ. പിന്നെ പെയിലേഷ്, അവർ നോക്കുമ്പോൾ ഫോസ്ഫറസിന് ഒരുമാതിരി പെയിൽ ലുക്ക് ഉണ്ടാവും, അനീമിക് ലുക്ക് ഉണ്ടാവും, അതും എഫക്ട് ചെയ്യും. ഫെറമെറ്റിന്റെ അടുത്ത യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഷോൾഡർ റുമാറ്റിസം. റൈറ്റ് ഷോൾഡർ റുമാറ്റിസം നമുക്ക് മിക്കവാറും കൈ പൊക്കാൻ പറ്റില്ല. റൈറ്റ് ഷോൾഡർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലെഫ്റ്റ് ഷോൾഡർ. റൈറ്റ് ഷോൾഡർ റുമാറ്റിസത്തിന് റെപ്പർട്ടറി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെറമെറ്റ് ഇസ് അനദർ ബെസ്റ്റ് മെഡിസിൻ. ഫെറമെറ്റ് അയൺ ആണ്. അപ്പൊ അതിന്റെ അനീമിയ അതും കവർ ചെയ്ത് വരും. സോ ഇറ്റ് ക്യാൻ ഓവറോൾ ടെക്സ്ചർ ഓഫ് ദ ഫേസ് ക്യാൻ ഇംപ്രൂവ് വിത്ത് ഇത്. കാലിഫോസ് റെസ്റ്റ് കൊടുക്കുക. കാലിഫോസ് കൊടുക്കുന്നത് സ്ലീപ്ലെസ്നെസ് ആണ് കോസ്റ്റ് എങ്കിൽ, റെസ്റ്റ്ലെസ് ആണ്, അതിന് കാലിഫോസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആൽഫാൽഫ ആസ് യൂഷ്വൽ ജനറൽ വെൽബീയിങ്ങിന് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ടാൻസും കാര്യങ്ങളും കുറയും. ചെലിഡോണിയം ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ഇഷ്യൂസിന് ചെലിഡോണിയം എന്ന് പറയുന്ന സാധനം, കാൽമഗ്, ചെലിഡോണിയം ഒക്കെ ലിവർ മെഡിസിൻസും കൂടിയാണ്. അപ്പോൾ അബ്സോർപ്ഷൻ കൂട്ടും, അവരുടെ മെറ്റബോളിസം നന്നാക്കും. മെറ്റബോളിസം നന്നാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രെസ് കുറയും, അവരുടെ റെഗുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നന്നാവും. അപ്പോൾ കാൽമഗ് ക്യാൻ ബി വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ദിസ്. പിന്നെ ഗ്രാഫൈറ്റിസ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. അതിന്റെ നമ്മൾ പറയുന്നത് ഡോക്ടറിനോ സിഗ്നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ലുക്ക് തന്നെ ബ്ലാക്ക് അല്ലേ. യു ക്യാൻ ഗിവ് ഗ്രാഫൈറ്റിസ് 3x അല്ലെങ്കിൽ ഗ്രാഫൈറ്റിസ് 30, അതിന്റെ മുകളിലോട്ട് പോകണ്ട. ഓക്കെ, ഗ്രാഫൈറ്റിസ് 1x ഒക്കെ ശരിക്കും നിങ്ങൾക്ക് മറ്റേ പാക്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഡോക്ടറിന്റെ സിഗ്നേച്ചറും ഹോമിയോപ്പതിയും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് ദിസ് തിങ്സ് ടു എ
കോസ്മെറ്റോളജി. ഇത് തന്നെയാണ് ഇപ്പൊ വരുന്നത്. ചാർക്കോളും നിങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്കിൻ ട്രെൻഡ്സ് കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഇടുന്നത് ചാർക്കോൾ ബേസ്ഡ്, ചാർക്കോൾ ഗ്രാഫൈറ്റിസും ഇതൊക്കെ ഏകദേശം ഒരു സാധനം. അപ്പൊ ചാർക്കോൾ പ്രൊഡക്ട്സ് ആണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. ചാർക്കോൾ ഫേസിന്റെ മാസ്കും ചാർക്കോൾ ക്രീംസും ചാർക്കോൾ ഫേസ് വാഷും ബ്യൂട്ടി പാർലർ ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ടച്ചസ് ഉണ്ടെങ്കിൽ യു കൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് എല്ലാം ചാർക്കോൾ ആണ്. അപ്പൊ ഗ്രാഫൈറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. യു കൻ യൂസ് ഇറ്റ് ആസ് എ പാക്ക് ഓൾസോ. ഓക്കെ. പിന്നെ നമ്മുടെ ഹോമിയോപ്പത്തിക് ഐ ലോഷൻസ് ആൻഡ് ഓയിൽസ്. ഓക്കെ. ഇത് നമ്മൾ തന്നെ ക്ലിനിക്കില് കുപ്പി വാങ്ങി ബ്രാൻഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ്. വി കീപ് ഇംപ്രൂവിങ് പോസ്റ്റേഴ്സും ഇതൊക്കെ ബാനേഴ്സ് എപ്പോഴും നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി പ്രൊഡക്ട്സ്. നമ്മളൊരു സാധനം കൊടുക്കുക. നമ്മുടെ ഇപ്പോൾ ഹെയർ ഓയിൽ ക്ലിനിക്കിൽ ഉണ്ടാക്കുന്നവർ കുറെ പേരുണ്ടാവും. പക്ഷെ അത് കൊടുക്കുമ്പോ അതിന്റെ ഒരു ലാക്മേയുടെ അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ ലുക്ക് വേണം. അവിടെയാണ് ഈ കോസ്മെറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രസന്റേഷൻ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസന്റേഷൻ. ഞാൻ അതിന്റെ ഇത് കാണിക്കാം. പ്രസന്റേഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽസിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ടിഞ്ചേഴ്സ്, ഒലിയാൻഡർ, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. സ്കിന്നിന് ഏറ്റവും നല്ല സാധനം. ഹൈഡ്രോകോട്ടൈൽ, കമോമില്ല, ഇച്ചിനീഷ്യ, വെനേഡിയം. വെനേഡിയം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ വലിച്ചെടുക്കാൻ ഏറ്റവും ഉപയോഗിക്കുന്നത്. സ്കിന്നിൽ ഈ പോസിലൊക്കെ ശരിക്കും ഓക്സിജൻ സപ്ലൈ വരണം, പോസ് ഓപ്പൺ ആവണം. വെനേഡിയം നമുക്ക് മെറ്റൽ ആണ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു ഓപ്പണിംഗ് ഓഫ് ദ പോസ് ആൻഡ് ഓക്സിജൻ ആയിട്ടുള്ള കോണ്ടാക്ട്സ് കൂട്ടും. പോഡോഫൈലം, പോഡോഫൈലത്തിന്റെ പോഡോഫൈലം ശരിക്കും ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഏത് ഫോമിലാണ്. ഈവൻ പോഡോഫൈലം നമ്മുടെ വാട്സിനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പോഡോഫൈലത്തിന് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നമ്മളൊരു 10 തുള്ളി തുജ അല്ലെങ്കിൽ വാട്സിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഏറ്റവും മിനിമം 10 ഇപ്പൊ നമ്മൾ ടിഞ്ചർ റോസ് വാട്ടർ 10 ഡ്രോപ്സ് ആണെങ്കിൽ പോഡോഫൈലം ഉപയോഗിക്കേണ്ടത് 1 ഡ്രോപ്പ് ഓർ 2 ഡ്രോപ്സ്. കാരണം പോഡോഫൈലത്തിന് കൊറോഷൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ എക്സ്റ്റേണൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ സോഫ്റ്റ് ആവും. കുറച്ച് ദിവസം, ഒരു 1-2 ദിവസത്തിന് അവിടെ പോള് വരാം. ഈവൻ വാട്സിന് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, തുജ ഉപയോഗിക്കുന്നുണ്ട്, തുജയുടെ കൂടെ നമ്മൾ പോഡോഫൈലം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുജ 10 ഡ്രോപ്സ് ആണെങ്കിൽ പോഡോഫൈലം 1-2 ഡ്രോപ്സ് ഉപയോഗിച്ചിട്ട് യു അപ്ലൈഡ്. വാട്സിന് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. എക്സ്റ്റേണൽ വെറുതെ തുജ കൊടുക്കുന്നതും തുജ ആൻഡ് പോഡോഫൈലം കൂട്ടി കൊടുക്കുന്നതും. ആൻഡ് എനി സ്കിൻ കംപ്ലൈൻസ് ടു ഗിവ് എ ടാനിങ് മാറ്റാൻ പോഡോഫൈലം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ജെബ്രാൻഡി, ക്രോക്കസറ്റൈവ. ക്രോക്കസറ്റൈവ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നറിയോ? നമ്മുടെ സാഫ്രോൺ. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലി ആണ്. അത് എന്തെന്നാ പറയാ, നമ്മുടെ ബാക്സിന്റെ ടിഞ്ചർ തന്നെ 100 ml 8,000 രൂപയാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാഫ്രോൺ നല്ല ക്വാളിറ്റി കിട്ടും. ഒന്നില്ലെങ്കിൽ ഇറാൻ സാഫ്രോൺ വാങ്ങുക, 10 മില്ലിഗ്രാം മതി സാഫ്രോണിന്റെ നല്ലത്. ഒന്നില്ലെങ്കിൽ ഇറാൻ വാങ്ങുക, അല്ലെങ്കിൽ കാശ്മീരി വാങ്ങുക. ഇന്ത്യൻ കിട്ടുകയാണെങ്കിൽ യു ഗോ ഫോർ എ കാശ്മീരി വൺസ്. ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ദുബായിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ആസ്ക് ഫോർ ഇറാൻ. ഇറാന്റെ ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഇറാന്റെ ക്രോക്കസറ്റൈവയാണ് ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ ആ രണ്ടും കൂടി നോക്കുക. ക്രോക്കസറ്റൈവ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ 10 വാങ്ങിയിട്ട് RS ഇട്ട് വെക്കുക. അപ്പൊ അത് കുറച്ച് ദിവസം ഇട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കറക്റ്റ് സ്മെല്ല് കിട്ടും, കളറും കിട്ടും ക്രോക്കസറ്റൈവ. അപ്പൊ അതൊരു 3-4 ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ml 4 RS വാങ്ങി ഇതിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്രോക്കസറ്റൈവ. യു ക്യാൻ സേവ് അപ് ടു, ഇതിനെന്താ ഒരു 1,000 രൂപ, 900 രൂപ, 1,200 രൂപ, 1,300 10 mg തന്നെ വരുവേ. പക്ഷെ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ 8,000 രൂപ നമുക്ക് ലാഭം ഉണ്ടാക്കാം. 8×4 = 36, 8×4 = 32,
400 ml RS വാങ്ങി 4 ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 32,000 രൂപ 1,500 കൊണ്ട് ഉണ്ടാക്കാം. അതില് ഒരു 5 തുള്ളിയോ 10 തുള്ളിയാണ് നമ്മൾ ഇതിലിടുന്നത്. പ്രൊക്കസെറ്റൈവയുടെ സ്കിന്ന് നമ്മൾ പണ്ട് പറയാറുണ്ട് ചെറുപ്പത്തിൽ, നിങ്ങൾ ജാഫ്രോൺ കുട്ടിക്ക് കൊടുക്കുന്നു ഇല്ലേ, നമ്മുടെ പ്രായമായിട്ടുള്ളവരൊക്കെ പറയും ജാഫ്രോൺ നാവിലിട്ട് കൊടുക്ക്, കുട്ടിക്ക് കളർ വെക്കും. പക്ഷെ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. ജാഫ്രോണിന്റെ പ്രൊഡക്ട്സ് ഇഷ്ടം പോലെ ബ്രാൻഡഡ് കമ്പനീസ് വരുന്നുണ്ട്. സോ യു ക്യാൻ യൂസ് ഇറ്റ്. ലഡം പാലും മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കണ്ണിന്റെ ടാനിങ്ങിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. ഇത് ഉള്ളിൽ കൊടുക്കുക. ഇത് ടിഞ്ചേഴ്സ് ഒക്കെ നമുക്ക് മെഡിസിൻസ് ഒക്കെ ഉള്ളിൽ കൊടുക്കുക. റിപ്പീറ്റേഷൻ വേണം, TDS വേണം, അല്ലെങ്കിൽ QDS വേണം. ഓക്കെ, ദാറ്റ് ക്യാൻ ഹെൽപ്പ് യു എന്താ പറയുക, നമ്മുടെ ലിവർ ഫങ്ഷൻസ് ഒക്കെ നോർമൽ ആക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ ടാനിങ് എങ്ങനെയാണെന്നും ഐലിഡ്. ഓക്കെ, ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. മെഡിസിൻസ് ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്, പക്ഷെ ഒരു ബേസിക് കമ്പാരിസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ബുക്സ് വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് കുറയ്ക്കാൻ പറ്റും, നല്ലോണം കുറയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഓപ്ഷൻ. ഓക്കെ, പിന്നെ എക്കന്തോസിസ് നൈഗ്രിക്കൻസ്. എക്കന്തോസിസ് നൈഗ്രിക്കൻസ് നമ്മൾ സാധാരണ കാണുന്നത് ഏത് അസുഖത്തിനാണ്? PCOD. പോളിസിസ്റ്റിക് ഓവറി വരുമ്പോഴാണ് ഈ സാധനം കൂടുതൽ കാണുക. പക്ഷെ നമുക്കിവിടെ പോളിസിസ്റ്റിക് ഓവറിയുടെ ട്രീറ്റ്മെന്റ് വേറെയാണ്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. ദിസ് ഇസ് ജസ്റ്റ് കോസ്മെറ്റിക് എഫക്ട് എന്നുള്ള ഒരു കണ്ടീഷൻസിൽ മാത്രം ഞാൻ എടുക്കുകയാണ്. ഡിസീസ് ആസ്പെക്ട് ഇസ് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. അതിന്റെ മാനേജ്മെന്റും ബാക്കി കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് വേണമെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലോട്ട് ഞാൻ എടുക്കാം, അത് പിന്നെ നോക്കാം. ഇത് പ്യുവർ കോസ്മെറ്റിക് എഫക്ട് ഫോർ എക്കന്തോസിസ്. എക്കന്തോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കിൻ കണ്ടീഷൻ ആണ്. ഡാർക്ക് ഡിസ്കളറേഷൻ, അതായത് കറുത്ത കളർ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ തിക്നെസ് ഉണ്ടാക്കുന്നു സ്കിന്നില്. അതും ബോഡി ഫോൾഡ്സില്, കഴുത്തില്, ആംപിറ്റ്സില്, കാലിന്റെ അവിടെ, കൈയിന്റെ അവിടെ, എല്ലാ ക്രീസസിലൊക്കെ ഡാർക്ക് ഫോൾസ് ഉണ്ടാക്കുന്നു. ഡാർക്ക് ഫോൾഡും കുറച്ച് തിക്നെസ്സും വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എക്കന്തോസിസ്. പണ്ട് നമ്മുടെ ആൾക്കാരൊക്കെ പറയും വരവിന്റെ മാല ഇട്ടിട്ടാണ്, അവിടെ നിന്ന് വാങ്ങിയിട്ടാണ്, അപ്പുറത്തെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നിനക്ക് കിട്ടി. അതല്ല, അത് നമ്മളൊക്കെ പണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ബട്ട് വി ആർ പ്രൊഫഷണൽസ്. ഓക്കെ, എൽബോസിൽ ഉണ്ടാവും, ഫേസിൽ ഉണ്ടാവും, നക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈയിന്റെയും കാലിന്റെ ഒക്കെ ഫിംഗേഴ്സിന്റെ, ലിപ്സിൽ കാണും, തിക്നെസ് കാണും, നേവൽ ഏരിയ. ഓക്കെ, ആംപിറ്റ്സ്, ഇതാണ് മെയിൻ ലൊക്കേഷൻ. ഓക്കെ, PCOS, ഡയബറ്റീസ്, ഒബേസിറ്റി, ഹോർമോണൽ ഡിസ്റ്റർബൻസസ്, ഇതിലൊക്കെ എക്കന്തോസിസ് ഒരു ഫീച്ചറാണ്, ഒരു സിംറ്റം ആണ്. ഓക്കെ, ഹോർമോണൽ ഇംബാലൻസ് PCOD എല്ലാം അറിയാലോ, തൈറോയിഡ്, ഇതൊക്കെ ഉണ്ടാവും. അണ്ടർലൈൻ കോസ് ഷുഡ് ബി ട്രീറ്റഡ് ഫസ്റ്റ്. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ PCODയോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ കേസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മെൻസസ് ഇറഗുലാരിറ്റി എന്ന് ചോദിക്കുക, ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. കാരണം വെച്ചാൽ PCODയുടെ പാറ്റേൺ ഓഫ് ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഇൻ ദ ബോഡി, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുക. അതൊന്നും ഇല്ല ഡോക്ടർ ഇപ്പൊ അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്ന് മാത്രം പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്യുവർ കോസ്മെറ്റിക്. അവിടെ വേറെ ഡിസീസ് ഫാക്ടേഴ്സ് ഇല്ല, നമ്മൾ കോസ്മെറ്റോളജി മാത്രം ചിന്തിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് ആർസനിക് ആൽബം. അറിയാം, എവിടെ പോയാലും ഡാർക്ക് ഡിസ്കളറേഷനും കാര്യമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, സൾഫറിന് ഡേർട്ടി സ്കിൻ, എന്തെന്നാ പറയാ, സൾഫറിന്റെ സ്കിന്ന് നമുക്കറിയാം റാഗ്ഡ് സ്കിൻ ആയിരിക്കും, ഡേർട്ടി ആയിരിക്കും. ഡേർട്ടി അപ്പിയറൻസ് ആണ്. കഴുത്തിൽ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു ലേഡിയുടെ അവിടെ ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻസ് വരുമ്പോൾ ഹൗ ബാഡ് ഷീ വിൽ ഫീൽ. ഓക്കെ, അപ്പൊ സൾഫർ നല്ലൊരു മെഡിസിൻ. തുജയ്ക്ക് രണ്ട് കാര്യമുണ്ട്, ബ്ലാക്കിഷ് ആൻഡ് ബ്രൗണിഷ് സ്പോട്ട്സ് പ്ലസ് സ്കിന്നിന് തിക്നെസ് ഉണ്ടാവും. അതായത് നമ്മുടെ അരിമ്പാറ അല്ലെങ്കിൽ എന്ത്
തിക്ക് സ്കിൻസ് അല്ലെങ്കിൽ തിക്ക് ഫൈബ്രോയിഡ്സ്, തിക്ക് ഗ്രോത്ത്സ്, ഇതിനൊക്കെ തുജ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. തുജ വെറുതെ അരിമ്പാറയ്ക്കല്ല, തുജ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. സാലിസിലിക് ആസിഡ്, സാലിസിലിക് ആസിഡ് നമ്മൾ കൊടുക്കുന്നത് ഏതിനാ? പെയിനാണ് അല്ലേ? സാലിസിലിക് ആസിഡ് നമ്മളുടെ മെഡിസിൻ ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ പെയിൻ, മൂവ്മെന്റ്. ഇത് എന്തിനാ കൊടുത്തിരുന്ന? കോവിഡിന്റെ കാലത്ത് നമ്മുടെ ബോഡി പെയിൻ, ഈവൻ നമ്മളുടെ സാലിസിലിക് ആസിഡ് പെയിൻ കൺട്രോൾ ചെയ്യണ ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഒരു ആസ്പെക്ട്, ഫൈബ്രോ നമ്മുടെ മസിൽസ്, എല്ലാ മസിൽസും ഇതായിരിക്കും. ഫൈബ്രോ, എന്റെ ബാക്കി ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പൊ എല്ലാ മസിൽ പെയിൻസിനും ഉപയോഗിക്കുന്ന സാധനമാണ് സാലിസിലിക് ആസിഡ്. പക്ഷെ സാലിസിലിക് ആസിഡിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് പെയിൻ മാത്രമല്ല, ഫൈബ്രോമയാൾജിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് സാലിസിലിക് ആസിഡ്. അപ്പൊ സാലിസിലിക് ആസിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഓക്കെ കോസ്റ്റിക്, ഇതിന് നമ്മളുടെ സ്കിന്നിന് അത് ടാനിങ് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ കുറയ്ക്കും. ഇന്റേണലി ഓൾസോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ. അപ്പൊ പൊട്ടൻസിയിലോട്ട് മാറണം, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ടിഞ്ചർ നമുക്ക് ഇന്റേണലി കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് 30. യൂറിയ നമ്മൾ സാധാരണ ആലോചിക്കാത്ത ഒരു മെഡിസിൻ. ഒരു സെക്കൻഡ്, ഹലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ഒരു മീറ്റിംഗ്. ഓക്കെ, ലെഡം, യൂറിയയുടെ കളർ തന്നെ എന്താ? നിങ്ങൾ ആരെങ്കിലും ചെടിക്കൊക്കെ യൂറിയ വളം കൊടുക്കണ കണ്ടിട്ടുണ്ടോ? അതിന്റെ കളർ തന്നെ ഡാർക്കിഷ് ആണ്. പിന്നെ അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സ്ക്രീഷൻസ്, ദാറ്റ്സ് എ വേസ്റ്റ് അല്ലേ? നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു വേസ്റ്റ് ആണ് യൂറിയ. നമ്മുടെ യൂറിനിൽ കൂടെ പോകണം. ഓക്കെ, അപ്പൊ യൂറിയ ഉള്ളിൽ കഴിക്കാനാണെങ്കിൽ യൂറിയ 30. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. തൈറോയിഡിനം, ഈ തൈറോയിഡിനം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മെഡിസിൻ ആണ് തൈറോയിഡിനം എന്ന് പറയുന്നത്. തൈറോയിഡിനത്തിന്റെ ഒന്നും മറക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിനത്തിന്റെ സ്കിന്ന് തിക്ക് സ്കിന്നാണ്. ഹൈഡ്രോകോട്ടയിലിനും തിക്ക് സ്കിൻ ഉണ്ട്. തൈറോയിഡിനത്തിന് നിങ്ങൾ പറയുമ്പോൾ കാലിലൊക്കെ ഗജചർമ്മം എന്ന് പറയും. അതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ് തൈറോയിഡ്. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട്, തൈറോയിഡ് സ്കിൻ കംപ്ലൈന്റ് പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫും, കാരണം അന്ന് കൂടുതലൊന്നും ഉപയോഗിക്കാത്ത ഒരു മെഡിസിനാണ് തൈറോയിഡിനും സ്കിന്നിന്. അപ്പൊ ഇങ്ങനെ എഴുതി കൊടുത്തപ്പോ ആ ഫാർമസിക്കാർ പറഞ്ഞ് ഇതിലും നല്ല ഇതൊന്നും നടക്കണില്ല, ഏത് ഡോക്ടർ എഴുതിയത് എന്നൊക്കെ പറഞ്ഞ്, ഇതിലും നല്ല മെഡിസിൻ ഇവിടുന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നു പറയും. അന്ന് ഞാൻ തുടങ്ങി, അന്നൊക്കെ ഞാനൊക്കെ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇറങ്ങിയ സമയമാണ്. അന്ന് ഞാൻ പോയിട്ട് ആ ഡോക്ടർക്കും സ്റ്റാഫിനും എല്ലാം ചീത്ത പറഞ്ഞതാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മെഡിസിൻ നമ്മളൊരു ഫാർമസിയിലോട്ട് പ്രിസ്ക്രിപ്ഷൻ ചെല്ലുമ്പോൾ അവരുടെ പണി അത് എടുത്ത് കൊടുക്കുക എന്നുള്ളത് മാത്രം. അവിടെ അവരുടെ നോളജ് കാണിക്കേണ്ട കാര്യങ്ങളില്ല. അത് ഹോമിയോപ്പതി ഫാർമസി ആകുമ്പോൾ എല്ലാവരും ഡോക്ടർമാരാവും. അപ്പൊ അത് നിർത്തേണ്ടത് നമ്മളുടെയും കൂടി ആവശ്യമാണ്. അപ്പൊ അത് പറയേണ്ടവർക്ക് പറയാം. അത് ഏത് ഡോക്ടർ ആയിക്കോട്ടെ, അതിന്റെ മുകളിൽ എന്ത് കോൺസിക്വൻസസ് വന്നോട്ടെ, നമ്മളുടെ കൊടുക്കുന്ന ഏതെങ്കിലും ഫാർമസിയിലോട്ട് നമ്മളൊരു പ്രിസ്ക്രിപ്ഷൻ അയച്ചിട്ടുണ്ടോ, ആ പ്രിസ്ക്രിപ്ഷൻ മാത്രം ഡിസ്പെൻസ് ചെയ്യാന്നുള്ളതാണ് ഫാർമസിക്കാരുടെ പണി. അവിടെ ഇല്ലെങ്കിൽ ഇല്ല, എന്തെങ്കിലും ആ മരുന്ന് എടുത്ത് കൊടുക്കുക, അത്ര അവർ ചെയ്യേണ്ട പണിയുള്ളൂ. നമ്മളുടെ മെഡിസിൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജൂനിയർ ആയിക്കോട്ടെ സീനിയർ ആയിക്കോട്ടെ അത് കൊടുത്ത് അവിടെ നിർത്തണം. അതുപോലെ ഹൈഡ്രോകോട്ടൈൽ. ഓക്കെ, ഇതിൽ ബാക്കിയുള്ളതെല്ലാം യൂറിയ 30, സാലിസിലിക് ആസിഡ് 30, ബാക്കിയെല്ലാം ഹൈപ്പോട്ടൻസി ആണോ? അതെ, അത് ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് 30 ഈസ് ദ ബെസ്റ്റ്. കാരണം സ്കിന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ സ്കിന്ന് മാത്രമായിരിക്കും, വേറെ എന്തെങ്കിലും ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് സ്റ്റാർട്ട് വിത്ത് 30.
റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ, നമുക്കറിയാലോ 1-2 സിറ്റിംഗ് കഴിയുമ്പോൾ അവരുടെ സെൻസിറ്റീവ് എന്താണ്, സ്കിന്നിന്റെ കളർ എന്താണ്, ഡിഫറൻസ് വരുന്നുണ്ടോ, ഇത് നോക്കി കേട്ട് പിന്നെ നമുക്ക് ഹൈപ്പോട്ടൻസിയിലോട്ട് പോവാം. ഇത് ഞാൻ ക്ലിയർലി പറയുന്നത് കോസ്മെറ്റിക് എഫക്റ്റിൽ മാത്രം. ട്രീറ്റ്മെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ഓക്കെ, ട്രീറ്റ്മെന്റിൽ നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വരണമെന്ന് വെച്ചാൽ ആന്റിസൈക്കോട്ടിക് മെഡിസിൻസ് വേണ്ടി വരും, ഓർഗാൻ 30%. മെഡിസിൻസ് വേണ്ടി വരും. അപ്പോൾ ബി ഓൺ എ safer side. So start with 30. Okay, അതിന്റെ repetition എല്ലാം tedious, curious. കാരണം വെച്ചാല് ഇത് നമ്മള് ഒന്ന് കോസ്മെറ്റിക് എഫക്ട്, 2 സ്കിന്നിലൊക്കെ എന്തെങ്കിലും അത്രയ്ക്കും സെൻസിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ എന്റെ കൺസെപ്റ്റാണ്, ഒരു ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഷ്യന്റ് വീട്ടിൽ പോയാൽ നമ്മുടെ കയ്യിലില്ല, ഇത് കുറയോ എന്നുള്ളത് നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് പേഷ്യൻസ് ഇല്ല. ബാക്കിയുള്ള ഡോക്ടേഴ്സ് 10 ദിവസം കൊണ്ട് മാറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് 2 ദിവസം കൊണ്ട് മാറ്റും. കാരണം ദാറ്റ് മേക്സ് മീ ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. ഒരേ സംഭവം 10 ദിവസം കൊണ്ട് ഒരു ഡോക്ടർ മാറ്റും, 2 ദിവസം കൊണ്ട് നമ്മൾ മാറ്റും എന്ന് പറയുന്നതാണ് എന്നെ ഇതുവരെ ഒരു എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് വിച്ച് വി ഷുഡ് ഡു ഇറ്റ്. ഹോമിയോപ്പതി സ്ലോ ആണ്, അതാണ് ഇതാണ്, ഇതൊന്നും ജനങ്ങളെ കൊണ്ട് പറയിക്കരുത്. പക്ഷെ ഒരു സാധനം കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇത്ര ദിവസം എടുക്കും. അപ്പൊ 10 ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്യണത് മേക്ക് ഇറ്റ് 5 ഡേയ്സ് ടാർഗറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ ഇല്ലാതെ പറ്റില്ല. ഓക്കെ, കാരണം ഇതൊക്കെ സ്ലോ പ്രോസസ്സിൽ വരുന്ന പ്രശ്നങ്ങളാണ് സ്കിന്നിൽ. അതുമല്ല, ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് ഒരു ടീനേജറോ അല്ലെങ്കിൽ ഒരു ലേഡി പോലും 1 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യില്ല. എത്ര പെട്ടെന്ന് ഈ സാധനം മാറ്റിയിട്ടില്ലെങ്കിൽ അവർ വേറെ വഴിക്ക് പോകും. അൺടിൽ അൺലെസ് വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഇസ് എ PCOD കൊണ്ടാണോ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള ഇഷ്യൂസ് ആണ്, നമ്മളത് കൺഫേം ചെയ്ത് പറയണമെങ്കിൽ മാത്രം അവർ നമ്മളുടെ കൂടെ വെയിറ്റ് ചെയ്യും. കോസ്മെറ്റിക് എഫക്റ്റ് ആണെങ്കിൽ അവരിപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റ്, ഈ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടി പാർലറൊക്കെ പോയി കുറെ പേര് പലതും ചെയ്തിട്ട് വരും, പക്ഷെ റിസൾട്ട്സ് ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കൊടുക്കണം. അത് ഇനി നമ്മൾ എക്സ്റ്റേണൽ ഇങ്ങനെയുള്ള കേസുകളിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ അതൊരു കോസ്മെറ്റിക്, അതൊരു വലിയൊരു ഫാക്ടറാണ് എക്സ്റ്റേണൽ. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സാധനത്തിൽ ലോഷൻസ് ആക്കി കൊടുക്കാം, ഹൈഡ്രോകോട്ടയിൽ ആഡ് ചെയ്യാം, ലെഡം ആഡ് ചെയ്യാം, തുജ, അലോ, ജബ്രാൻഡി, ക്രോക്കസ്, സാലിസിലിക് ആസിഡ്, ഇത് തന്നെ നമുക്ക് ഇത് കൊടുക്കാം. എന്നിട്ട് കൊടുക്കുന്ന ഓയില് വെളിച്ചെണ്ണ കൂടുതൽ മിക്സ് ചെയ്യരുത്. വെളിച്ചെണ്ണയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പരട്ടിയിട്ടായിരിക്കും അവർ പുറത്തേക്ക് പോവുക. സ്കിന്ന് ചിലവർക്ക് ഡാർക്ക് ആവും. അപ്പൊ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി യൂസ് ചെയ്യാൻ പറയാം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മളുടെ ബേസ് ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വെളിച്ചെണ്ണ അവൈലബിൾ ഉള്ളൂ, യൂസ് ദിസ്. അല്ലെങ്കിൽ റോസ് വാട്ടറിൽ കൊടുക്കാം. ഓക്കെ, യു ക്യാൻ അപ്ലൈ ദിസ് ഇൻ റോസ് വാട്ടറിൽ കൊടുക്കാം. അപ്പൊ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, റോസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഞാൻ റോസ് വാട്ടർ ഉണ്ടാക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേറെ നല്ല ഓയിൽസ് വല്ലതും ഉണ്ടെങ്കിൽ, ഈവൻ ജജോബ ഓയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജജോബ, റോസ്മേരി, ഗ്രീൻ സീഡ്, അങ്ങനെയുള്ള കുറച്ച് ഓയിൽസ് അതിലാണ് നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പക്ഷെ എളുപ്പമല്ല, ഇറ്റ്സ് ടു കോസ്റ്റ്ലി. 100 ml റോസ്മേരി ഓയിൽ എന്നൊക്കെ പറഞ്ഞാൽ അതായത് 1/2 ലിറ്ററിന് 5000 രൂപയാണ്. അപ്പൊ 100 ml ഒലിവ് ഓയിൽ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ ഒലിവ് ഓയിലിന്റെയും ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്റ്റേണൽ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ടാൻ കൂടും. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാത്രി ഉപയോഗിക്കുക. ഓയിൽസ് ആണ് കണ്ടമാനം ചെയ്യാം, മിക്കവാറും റോസ് വാട്ടറിലാണ്. ഇനി അത് റോസ് വാട്ടർ എപ്പോഴും തീർന്നു പോയി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കാം. റോസ് വാട്ടറിന്റെ പ്രിപ്പറേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സിന്തറ്റിക് റോസ് വാട്ടർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടും, അത് ഉപയോഗിക്കരുത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്രയും നമുക്ക് അറിയാവുന്ന വല്ല അവിടെ നിന്നൊക്കെ നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. ഇത് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ബൗളിൽ കുറച്ച് റോസ് എടുക്കുക, നല്ലോണം റോസ് എടുത്തിട്ട് അത് പൊടിച്ചിട്ട് പെറ്റൽസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഉണ്ടാക്കി വെക്കണം അത്രയ്ക്കും റോസ് വാങ്ങുക. ഒരു പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ റോസ് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ റോസിന്റെ പെറ്റൽസ് നമുക്ക് എടുക്കുക. ഒരു അത്യാവശ്യം വാവട്ടമുള്ള വെള്ളം ചൂടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വാവട്ടമുള്ള ഒരു ഇതിലോട്ട് ഇട്ട് വെക്കുക. ഓക്കെ. എന്നിട്ട് നടുവിലായിട്ട് ഒരു വേറൊരു ബൗൾ വെക്കുക, കുറച്ച് പൊക്കത്തിലുള്ളത്. ഓക്കെ. എന്നിട്ട് എന്നിട്ട് അത് നടുവിൽ വെക്കുക. എന്നിട്ട് റോസിന്റെ ഇതള് സൈഡിൽ ഇട്ടിട്ട് അതിലോട്ട് കുറച്ച് ഡിസ്റ്റിൽ വാട്ടർ ഇടുക. റോസിന്റെ പെറ്റല് ശരിക്കും ഒന്ന് മുങ്ങി കിടക്കണ പോലെയുള്ള ഒരു ഇതില് ഇട്ട് വെക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഡിസ്റ്റിൽ വാട്ടർ. ഓക്കെ. ഡിസ്റ്റിൽ വാട്ടർ ഇട്ടേക്കുക. എന്നിട്ട് അത് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പോൾ അത് ലിഡ് വെച്ച് കവർ ചെയ്യണം. അപ്പൊ ഈ ഡിസ്റ്റിൽ വാട്ടർ വേപ്പറായിട്ട് കറക്റ്റ് ഇതിൽ തട്ടി നമുക്ക് നമ്മുടെ നടുവിലത്തെ ബൗളിൽ കളക്ട് ചെയ്യും. ഓക്കെ. ആ കളക്ട് ചെയ്യണതാണ്, അത് പ്യുവർ വാട്ടർ പോലെ ഇരിക്കും, നല്ല വെള്ളം പോലെ ഇരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അത് ഉപയോഗിക്കാം. ഇത് ഏത് വരെ ചൂടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോസിന്റെ കളർ പോകും. റോസ് പെറ്റൽസ്, റോസ് എന്നുള്ളത് ചിലപ്പോൾ ലൈറ്റ് പിങ്ക് ആവും, ചിലപ്പോൾ വൈറ്റിഷ് ആവും. അതുവരെ നമ്മള് ചെറിയ ചൂടില് ഇത് ചെയ്യരുത്, എന്താ പറയാ, ഓവർ ഹീറ്റ് ചെയ്യരുത്. ചെറിയ ഇളം ചൂടില് ഇങ്ങനെ തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ അതിൽ ഡിസ്റ്റിൽ ചെയ്യുക. എന്നിട്ട് ആ ഡിസ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ വെള്ളത്തിൽ ഇട്ടതാണ്, നമ്മൾ നടുവിലത്തെ ആ ബൗളിലുള്ളതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, റോസ് വാട്ടർ. അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കളക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അത് കൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുപ്പിയിലാക്കി നിങ്ങൾക്ക് വെക്കാം. ഓക്കെ. ഇത് മെഡിസിൻസിന്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഞാൻ പോണെങ്കിൽ പോവാം, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് ഫെറമെറ്റ് സൂട്ടഡ് ദോസ് ട്രബിളിംഗ് വിത്ത് അനീമിയ. അത് ഞാൻ പറഞ്ഞത് തന്നെ നമ്മൾ ഇതിലാക്കി വെച്ച് നോക്കണം. കാലിഫോസ് സ്ട്രെസ് കാരണം വരുന്നതിലാണെങ്കിൽ കാലിഫോസ് കൂടുതൽ ഉപയോഗിക്കാം. ഫ്രെക്കൽസ് ആണ്. ഫ്രെക്കൽസിനേക്കാളും നമുക്ക് കൂടുതൽ കിട്ടുന്നത് മെലസ്മ. നമ്മൾ പറയാം എന്തെന്നാ കരിമംഗലം. കരിമാങ്കല്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ഇല്ല എന്നുള്ളതാണ്. SLE അതുപോലെ ANA ടൈറ്റർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവരുടെ അടുത്ത് കറക്റ്റ് ചോദിക്കുക. അതൊന്നും അല്ല, വെറും ബ്യൂട്ടി ഇത് മാത്രം. നമുക്ക് വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാം, ഇതൊന്ന് ചെക്ക് ചെയ്തേര്, റൂൾ ഔട്ട് ചെയ്തേരെന്ന് പറയാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ exposure to UV radiations. Okay. അതിന്റെ കോസ് കണ്ടീഷൻ which brown patches appear on the skin. Okay. പ്രഗ്നൻസി അപ്പോഴും കിട്ടും. പിന്നെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള വരുന്ന ടാനിൽ വരുന്ന ഇതാണ്. ഓക്കെ. പിന്നെ ജനറ്റിക് ഇൻഫ്ലുവൻസസ് സാധാരണയിൽ ചിലവർക്ക് ഇങ്ങനെ കാണാറുണ്ട് ഒരു പ്രായം കഴിയുമ്പോൾ. ഓക്കെ. വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് കൺഫേം ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തത്. ANA ടൈറ്റർ നമ്മൾ ചെയ്യണം നല്ലതാണ്. RA ഫാക്ടർ നമ്മൾ ചെയ്യണം നല്ലതാണ്. അതുപോലെ റുമാറ്റിസം ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് നോക്കണം. SLE ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി അതൊന്നുമില്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ CKL-4 3X ആണ്. നമ്മളത് കണ്ടിട്ട് സെപ്പിയ പറയും, പക്ഷെ സെപ്പിയനേക്കാളും കൂടുതൽ CKL-4 30 അല്ല, CKL-4 3X. അതൊരു 5 drops 3 times a day വെച്ചിട്ട് നിങ്ങൾ കൊടുത്തു നോക്കിക്കോ. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ സ്പെസിഫിക്. അതെനിക്ക് കിട്ടിയത് നമ്മുടെ പന്തളത്തൊരു ഡോക്ടർ ഇതുണ്ട്, പന്തളത്തൊരു ശ്രീജിത്ത് ഡോക്ടർ ഉണ്ട്, ജൂനിയർ ആണ്. പക്ഷെ യു ലേൺ ഫ്രം anyone. ശ്രീജിത്ത് ഡോക്ടറാണ് നമുക്കത് പറഞ്ഞു തന്നത്. പക്ഷെ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഫോർ മെലസ്മ. പിന്നെ അടുത്തത് വരുന്നത് നാട്രം കാർ സൺ എക്സ്പോഷർ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരുടെ ജോലി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൺ എക്സ്പോഷേഴ്സ് ഉണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ.
പിന്നെ ഗ്ലോണോയൺ സ്കിന്നിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ട്. അതും ഹീറ്റ് ആപ്ലിക്കേഷൻസിലൊക്കെ വരുന്നത്. തലവേദനയ്ക്ക് മാത്രമല്ല, സ്കിന്നിനും ഗ്ലോണോയൺ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. ലൈക്കോപോഡിയത്തിന്റെ സ്കിന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ആദ്യം. ബ്രൗൺ സ്പോട്ട്സ്. ലൈക്കോപോഡിയത്തിന്റെ സ്കിന്നിൽ ഫസ്റ്റ് വരുന്നത് യൂസ് വെൻ ദ പാച്ചസ് ആർ യെല്ലോയിഷ് ബ്രൗൺ. മെലസ്മയുടെ യെല്ലോയിഷ് ബ്രൗൺ ആണ് നമുക്ക് ആദ്യം കിട്ടുക. പിന്നെ ഡാർക്ക് ആയിട്ട് പോകുന്നു എന്ന് മാത്രം. May appear on the forehead, cheeks, often with grayish, yellowish discoloration on the face, blue circle around the eyes. ഇപ്പൊ മനസ്സിലായ നമ്മളെ ആ കണ്ണിന്റെ ചുറ്റിനുള്ളതിന് ലൈക്കോപോഡിയം എന്തിനാണ് ഉപയോഗിച്ചതെന്ന്? മെട്രിയാമെഡിക് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും സ്കിൻ വായിക്കുമ്പോൾ സ്കിൻ കംപ്ലയിൻസിൽ പലതും നമുക്ക് വരും. അത് അസുഖങ്ങൾക്ക് മാത്രമല്ല, കോസ്മെറ്റിക് എഫക്ട്സിനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നേട്രം കാർബ്, ഗ്ലോണോയിൻ ഇതെല്ലാം അതും പൊട്ടൻസി, ലോ പൊട്ടൻസി 30. ഓക്കെ. പിന്നെ എക്സ്റേ, റേഡിയം ബ്രോമൈഡ്, ഇത് രണ്ടും UV സൺലൈറ്റ്, അതായത് നമ്മൾ ഈ സീസണിൽ ഇപ്പൊ ചൂടുകാലമാണ്, അങ്ങനെയുള്ളതിന് ഈ മെലസ്മ വരുന്ന കേസുകൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് എക്സ്റേ. റേഡിയം, ഇലക്ട്രിസിറ്റി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇലക്ട്രിസിറ്റി, ഓക്കെ. റേഡിയം ബ്രോമൈഡ്, ആ ഗ്രൂപ്പിൽ വരുന്ന മെഡിസിൻസ്. ഓക്കെ. പിന്നെ സെപ്യ, എല്ലാവർക്കും അറിയണ പോലെ സെപ്യ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഫോസ്ഫറസ് അഗെയിൻ ബ്രൗണിഷ് ടാനും ബാക്കി കാര്യങ്ങളും. ഫോസ്ഫറസ് സ്കിന്നിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഫോസ്ഫറസ് കൊടുക്കാൻ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. റിപ്പീറ്റ് ചെയ്താലും ഒന്നുമില്ല, ആ ഗ്യാരണ്ടി ഞാൻ എടുക്കും. പലരും ഫോസ്ഫറസ് ഒരു ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്യും. അതൊന്നും ഇങ്ങനത്തെ കേസിൽ എൻ്റെ എക്സ്പീരിയൻസിൽ വന്നിട്ടില്ല. ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ. പിന്നെ ഹൈഡ്രാസ്റ്റിസ് എന്തിനാ? അത് നമ്മളുടെ ഡൈജഷനും ഇതൊക്കെ ഇംപ്രൂവ് ചെയ്യാനാണ്. അൾസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യവും ഇംപ്രൂവ് ചെയ്യാനാണ്. ഹൈഡ്രാസ്റ്റിസ് നമുക്ക് നല്ലതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. അബ്സോർബ് ചെയ്യും ന്യൂട്രിയൻസും സ്കിന്നിലുള്ള ചേഞ്ചസ് ഒക്കെ ഹൈഡ്രാസ്റ്റിസ് ഇന്റേണലി കൊടുത്താൽ കിട്ടും. 30 അല്ലെങ്കിൽ ടിഞ്ചർ. ഓക്കെ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വരുമ്പോൾ ഡ്രൈ ബ്രഷിംഗ് എന്ന് പറയും. ഡ്രൈ ബ്രഷിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സോഫ്റ്റ് ബ്രഷ് എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം. ചെറിയൊരു അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഫേസിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ. റബ്ബ് ചെയ്തുകൊണ്ടിരുന്നാല് ദാറ്റ് ക്യാൻ ആ സ്കെയിലിംഗ് പോവും. അത് പതുക്കെ ഫെയ്ഡ് ആവും. നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, കുറെ എന്താ പറയാ, സ്ക്രബ്ബർ ഉണ്ട്, അങ്ങനെ കുറെ നമ്മുടെ ഫൂഫി ഉണ്ട്, പിന്നെ സ്റ്റോൺസ് ഉണ്ട്, പെബിൾ സ്റ്റോൺസ് ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചെറിയ സോഫ്റ്റ് ബ്രഷസ് ഉപയോഗിക്കുക. വെറുതെ മുഖത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഹെൽപ്പ് പ്രൊമോട്ടിങ് സ്കിന്നിന്റെ ആ ഒരു ഗ്ലോ കൂട്ടാൻ ഉപയോഗിക്കും. സർക്കുലേഷൻ കൂട്ടുമ്പോൾ നമ്മളുടെ മെഡിസിൻസിന്റെ ആക്ഷൻ കൂടും. സ്കിന്നിൽ നിന്നുള്ള അബ്സോർപ്ഷൻ കൂടും നമ്മളുടെ മെഡിസിൻസ്. ഓക്കെ. ഇത് ഉള്ളില് സ്കിൻ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ മുഖത്തോട്ട് പെട്ടെന്ന് വരും, റഷ് വരും. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് ഗ്ലോനെസ് കൂട്ടും. ഓക്കെ. പിന്നെ ഇതേപോലെ ഫേസ് മാസ്ക് ഉപയോഗിക്കുക നമ്മളുടെ മെഡിസിൻ വെച്ചിട്ട്. റോസ് വാട്ടർ, ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ച് ഒന്ന് പൊടിക്കുക, ഓറഞ്ച് പീൽ ആക്കുക. പിന്നെ ഹണി ഉപയോഗിക്കാം, ഓറഞ്ച് പീൽ ഇടാം. പിന്നെ ജബറാൻഡി, അലോ, ബെർബറസ് അക്വിഫോളിയം, കുർക്കുമ ലോങ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 or 2 drops. അല്ലെങ്കിൽ തമിഴന്മാരുടെ മുഖം പോലെ ഇരിക്കും. തമിഴ്നാട്ടിലുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഡ്രൈ ആവും. അതുപോലെ യെല്ലോയിഷ് ടിൻറ്റ് വരും. കുർക്കുമ ലോങ്ങ, അതും നമ്മളുടെ കുർക്കുമ ലോങ്ങ, മഞ്ഞള് മെഡിസിൻ ആയിട്ട് വാങ്ങണ്ട. മഞ്ഞൾ നമ്മളുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ പച്ചമഞ്ഞൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ പച്ച ഇഞ്ചി കിട്ടും. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബശ്രീക്കാരടുത്തോ ആരെടുത്തെങ്കിലും പറഞ്ഞ പച്ച ഇഞ്ചി കിട്ടും. ചോപ്പ് ചെയ്യുക, RSL ഇട്ട് വെക്കുക, കുറച്ച് ദിവസം വെച്ചിട്ട് അതിന്റെ എക്സ്ട്രാക്ട് എടുക്കുക. പ്രിപ്പയർ എ ഗുഡ് കുർക്കുമ ഇൻ യുവർ ക്ലിനിക്. അതിന് കട്ടിങ്ങിനും സ്കിന്നിനും എല്ലാത്തിനും നമുക്ക് നല്ലൊരു എഫക്റ്റ് ആണ്. 1-2 തുള്ളി മാത്രം കോസ്മെറ്റിക് എഫക്ട്സിൽ ഇടാൻ പാടുള്ളൂ. ഇതിന്റെ കൂടെ ഷുഗർ ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചസാര, കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിക്കുക. ഫൈൻ പൗഡർ ആക്കരുത്.
ഒരുമാതിരി ഒരു ചെറിയൊരു റഫ്നെസ് വെച്ചിട്ട് പതുക്കെ മുഖത്ത് ഈ ഡ്രൈ ബ്രഷിംഗ് പോലെ മാസ്ക് ആക്കി വെക്കുക. എന്നിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസ് സ്ക്രബ് ചെയ്യണ പോലെ നമ്മൾ പാക്ക് ആക്കുക. അപ്പൊ നമ്മളുടെ മെഡിസിൻസും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ക്യാൻ ഇൻക്രീസ് യുവർ ഗ്ലോ ഓഫ് ദ ഫേസ്. ഓക്കെ, ആ ബ്ലഷിംഗ് ഉണ്ടാക്കും, സർക്കുലേഷൻ കൂട്ടും. ഇത് തന്നെ നമുക്ക് ഫേസ് മസാജ് ചെയ്യാം. യൂസ് ഇറ്റ് എസ് എ മസാജ്. ഈ പൗഡേർഡ് ഒക്കെ വരുമ്പോൾ ഈ സ്കിന്നിന്റെ സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എക്കന്തോസിസിൽ അല്ലെങ്കിൽ മെലസ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് കാര്യങ്ങൾ. റിങ്കിൾസ്, നമ്മളുടെ മുഖത്ത് വരുന്ന ചുളികകൾ. വയസ്സായി കഴിഞ്ഞാല് വയസ്സാവാതിരിക്കുക എന്നുള്ളതാണ് ആന്റി ഏജിങ് അല്ലെങ്കിൽ റിങ്കിൾ ഫ്രീ ഫേസ്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അറ്റ്ലീസ്റ്റ് 30-40s കഴിയുമ്പോൾ തന്നെ യു ക്യാൻ യൂസ് ഇറ്റ് അവർ ഓൺ വേ. റിങ്കിൾസ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെൻഷനും ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യണവരും ഹൈ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ണ് സ്ട്രെയിൻ ചെയ്യണം. അപ്പൊ ഫോൾസിൽ വരും, നമ്മളുടെ കണ്ണിന്റെ ചുറ്റും ഇത് വരും, സ്കിൻ ഡ്രൈ ആവും. ആഫ്റ്റർ 35-40 സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. കോസ്മെറ്റിക് എഫക്ട്സ് ആണ് അത്, അല്ലാതെ വേറെ എഫക്ട്സ് ഒന്നും വരുന്നില്ല. കോസ്മെറ്റിക് എഫക്ട്സിൽ വരുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നോക്കണം. Wrinkles are creases, folds on the ridges of the skin. They naturally appear as people get older. അപ്പോൾ ആന്റി ഏജിങ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് ഇപ്പോഴത്തെ സമയത്ത്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലിംഗ് കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ഏജ്, സ്മോക്കിംഗ്, എക്സ്പോഷർ ടു UV റേഡിയേഷൻ, അത് കൂടുതൽ സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരും. ഓക്കെ, നമ്മളുടെ മെഡിസിൻസ് എബ്രോട്ടാനം, നാട്രമ്യൂർ, ലൈക്കോപോഡിയം, വെറാട്രം ആൽബം, ഇതൊക്കെ സ്കിന്നിൽ വരുന്ന എഫക്ട്സ് ആണ്. റൈറ്റ്, ഇതൊക്കെ എബ്രോട്ടാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? ഓൾഡർ ലുക്കിംഗ് സ്കിൻ. സിമ്പിൾ. Abrotanum, face is wrinkled and has a sickly look. Skin is flabby, hangs loose in the folds. Natramure, wrinkles on the neck. ഏറ്റവും കൂടുതൽ വരുമ്പോൾ നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഡൗൺ അപ്പ്, സർക്കുലർ മോഷൻസിൽ യു കീപ് അപ്ലൈയിങ് ഇറ്റ് ഓൺ ദ ഫേസിൽ. നിങ്ങളെല്ലാം മസാജ് ചെയ്യണ പോലെ തന്നെ ഈ സാധനം പാക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നാട്രമ്യൂർ ആൻഡ് യൂസ് നാട്രമ്യൂർ. ക്രിയേറ്റ് ഇമാസിയേഷൻ, ചിലർക്ക് ഡയബറ്റീസ് ഒക്കെ വന്ന് പെട്ടെന്ന് ഇമാസിയേഷൻസ് വരുമ്പോൾ ഇത് ഉപയോഗിക്കാം. നെക്ക് ആൻഡ് ത്രോട്ട് ഓഫ് ദ പേഴ്സൺ ഇമാസിയേറ്റ് റാപ്പിഡ്ലി. ഓക്കെ, അവിടെയാണ് നാട്രമ്യൂറിന്റെ ഇൻഡിക്കേഷൻസ് വരുന്നത്. ലൈക്കോപോഡിയം ഫോർഹെഡിലാണ്. ലൈക്കോപോഡിയം എന്താണ്? പീപ്പിൾ ലുക്ക് ഓൾഡർ ദാൻ വാട്ട് their ഏജ്. വെറാട്രം റിങ്കിൾസ് ഫ്രം ഡീഹൈഡ്രേഷൻസ്, അതായത് നമ്മൾ സ്കിൻ കെയർ ചെയ്യാതെ വെള്ളം കുടിക്കാതെ അങ്ങനെയൊക്കെ വരുന്ന ഇതില് ഡീഹൈഡ്രന്റുമായിട്ടും നമ്മളുടെ ഹൈഡ്രേഷൻസ് കറക്റ്റ് ചെയ്യാനും വെറാട്രം ആൽബം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ്. ഓക്കെ, പിന്നെ അതിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് ക്രോക്കസ് സറ്റൈവസ്, തുജ, എച്ചിനേഷ്യ, ജെബ്രാൻറ്റി, കാമോമില്ല. ഇത് ഐദർ യു ക്യാൻ യൂസ് ഓറഞ്ച് പീലോ, അല്ലെങ്കിൽ അതുപോലെ അവക്കാഡോയുടെ സ്കിൻ എടുക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് അല്ലാതെ ആപ്പിൾ പീൽ എടുക്കാം. നമുക്കത് ഇത് ഡ്രൈ ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സ്ക്രബ്. അപ്പൊ നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് പ്ലസ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ലൈക്ക് ഹൈഡ്രോകോട്ടയിൽ നമ്മുടെ സ്കിന്നിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാമോമില്ല നമുക്കറിയാം എന്താണെന്നുള്ളത്. ജബ്രാൻഡിയുടെ എഫക്ട് അറിയാം. മെന്ത ഇസ് വൺ ഓഫ് ദ കൂളിംഗ് എഫക്ട്. മെന്ത ടിഞ്ചർ നമ്മളുടെ മുഖത്തൊക്കെ സ്കിന്നിലൊക്കെ ഒരു കൂളിംഗ് ഐസ് എഫക്ട് കിട്ടും. യുക്കാലിപ്റ്റസിനും ആ ഒരു എഫക്ട് കിട്ടും. ഇതൊക്കെ കുറേശ്ശെ ആഡ് ചെയ്യുക. ജസ്റ്റ് ഒരു 10 ml അല്ലെങ്കിൽ 5 ml അല്ലെങ്കിൽ 10 drops അല്ലെങ്കിൽ 15 drops depending on the quantity of the mask you require it. Okay, echinacea cleanses your face. Crocus sativa, tuja. Okay, aloe is one of the best medicines. Okay, അപ്പൊ ഇതാണ് ഈ കോസ്മെറ്റിക്കിന്റെ. ഇനിയുള്ളത് മെയിൻ ആയിട്ട് വരുന്നത്
ഒന്ന് രണ്ട് ഇതും കൂടി ഉണ്ട്. ഒബേസിറ്റി ആണ് ബേസിക് നമുക്ക് ട്രീറ്റ്മെന്റിൽ ചെയ്യാനുള്ളത്. അതൊരു കുറെ സമയം എടുക്കും, ഒരു അരമണിക്കൂറെങ്കിലും ആ ടോപ്പിക് എടുക്കും. അതുകൊണ്ട് ഞാനിപ്പോ ഒബേസിറ്റിയുടെ കോസ്മെറ്റിക് എഫക്ട്സും ഹൗ ആർ വി ഗോയിങ് ടു ട്രീറ്റ് ഇറ്റ്, നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ഡു ഇറ്റ്, അത് ഞാൻ പറഞ്ഞു തരാം. അതൊരു 1/2 hour to 45 minutes എങ്കിലും ഒബേസിറ്റി നമ്മൾ കറക്റ്റ് ചെയ്യണം. അതിനുള്ള സമയം നമുക്കില്ല. 9:56 ആയി. കണ്ടിന്യൂ ചെയ്യണോ മാഡം? 9:56 ഞാൻ സമയം നോക്കിയില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ചോദിക്കാനുള്ളത് ചോദിക്കാം. സമയമാണ്. ഒബേസിറ്റി ഉണ്ട്, പിന്നെ ഒന്ന് രണ്ട് വേറെ കോസ്മെറ്റിക് എഫക്ട്, അത് നമുക്ക് ഒരുമിച്ച് ഒരു ടോപ്പിക് ആയിട്ട് എടുക്കാം. ഓക്കെ. കൊണ്ടുവന്നേ. ഇനിയുണ്ട് ഫ്രെക്കൽസ് ഉണ്ട്, പിമ്പിൾ സ്കാർസ് ഉണ്ട്, പിന്നെ ഒബേസിറ്റി ഉണ്ട്. അതൊക്കെ മൂന്നും കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എപ്പോഴെങ്കിലും എടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലേഡീസ്, സ്വയം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പേഷ്യൻസിൽ ട്രൈ ചെയ്യുക. ആരോ റേസ് ചെയ്തിട്ടുള്ള BS ജയചന്ദ്രൻ, ട്രിവാൻഡ്രം. സാർ മാഡം ചോദിച്ചോളൂ. ജയചന്ദ്രൻ ഡോക്ടറാണ് ആദ്യം ഹാൻഡ് റൈസ് ചെയ്ത്. നമുക്ക് ജയചന്ദ്രൻ ഡോക്ടറെ വിളിക്കാം. ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. സാറേ, ഈ ക്ലാസ് നിർത്തിയെങ്കിൽ നമ്മളെ ഈ ഇതൊന്ന് ഓഫ് ചെയ്യാമോ? നമ്മളെ ഷെയറിംഗ് അല്ലേ? സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് ഓഫ് ആക്കിയാൽ നമുക്ക് അവരെയൊക്കെ കുറച്ചുകൂടെ. ജയചന്ദ്രൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ശരി, സംസാരിച്ചു. ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം ഡോക്ടറെ. ഡോക്ടറെ, പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒന്ന് രണ്ട് കേസുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ മകളുടെ കല്യാണം വിളിക്കാനായിട്ട് ഈ വെയിലത്ത് കിടന്ന് അലഞ്ഞ്, ഇപ്പോൾ കുട്ടിയുടെ മുഖം അത്രയും അങ്ങ് നല്ല വെളുത്ത സുന്ദരിയായിരുന്നു. അവളങ്ങ് കറുത്തിരുണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവളെ ഒന്ന് പഴയ പോലെ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ ക്ലിനിക്കിൽ വന്നു. പിന്നെ എൻ്റെ കൊച്ചുമക്കളൊക്കെ കൂടെ ഇപ്പോൾ ഒരു 10 ദിവസത്തെ ടൂറിന് പുറത്ത് പോയി. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും അവരുടെ ഷേപ്പേ മാറി, അവർ ആ കളറൊക്കെ അങ്ങ് പോയി, അവർ ഒരുമാതിരി ഡിസ്കളറായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് കേസിൽ നമുക്ക് ഏതൊക്കെ മരുന്നാണ് ചിന്തിക്കേണ്ടത്? ഈ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാം. സാഫ്രോൺ ഉപയോഗിക്കാം, നമ്മുടെ തുജ ഉപയോഗിക്കാം. നാട്രം കാർബാണ് ഏറ്റവും ആദ്യം വരുന്നത്. നാട്രം കാർബായിരിക്കും മിക്കവാറും 90% കേസസിലും പെട്ടെന്ന് എഫക്ട് വരിക സ്കിന്നില്. അത് 30 റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം 30? അത് QDS ഓ TDS ആയിട്ട് യൂസ് ചെയ്യാം ഡോക്ടറെ. ശരി. പിന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഇങ്ങനെ ഇതൊന്ന് ചെയ്തു കൊടുക്കും ഡോക്ടറെ. അപ്പൊ അത് മാറിക്കോളും, പെട്ടെന്ന് മാറിക്കോളും. ശരി 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 ശരി. ഏറ്റവും പെട്ടെന്നുള്ള ഒരു 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നേരത്തെ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അതെ, വെയിലടിച്ച ഒറ്റ കാരണം. അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ ജയചന്ദ്രൻ ഡോക്ടറെ, അപ്പോ അഥവാ മാറിയില്ലേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി സംശയം ചോദിക്കും. ഓക്കെ. അടുത്ത ലതാ മനോഹരൻ ഡോക്ടറാണ്. ഡോക്ടറെ ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ മെഡിസിൻ എല്ലാം ആൽക്കഹോൾ പ്രിസർവേഷൻ ആണല്ലോ. അപ്പം നമ്മളിത് ഫേസിൽ പാക്കായിട്ട് ഇടുമ്പം ആൽക്കഹോളിന്റെ അംശം നമുക്കത് സ്കിന്നിന് ദോഷമാണെന്നാണല്ലോ പറയുന്നത്. ആൽക്കഹോൾ നമ്മുടെ സ്കിന്നിന് ദോഷമാണോ ആക്ച്വലി? മാഡം, നമ്മളുടെ മെഡിസിൻസ് യൂസ് ചെയ്യണത് വളരെ കുറവാണ്. 5 ml 10 ml അല്ലെങ്കിൽ 5 drops 10 drops അങ്ങനെയുള്ള അത്ര വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. പിന്നെ ആൽക്കഹോള് ചില സമയത്ത് നമ്മൾ ആൽക്കഹോൾ ഇതിൽ ഇട്ടിട്ട് മിക്സ് ചെയ്യണത് ഓയിലിലും റോസ് വാട്ടറിലുമാണ്. അപ്പൊ നമ്മളൊരു 10 ml അല്ലെങ്കിൽ 15 ml 100 ml 15 or 20 ml ആണ് എല്ലാ മെഡിസിനും കൂടി ജോയിൻ ചെയ്യുന്നത്. ബാക്കി 80 ml റോസ് വാട്ടർ ആണ് അല്ലെങ്കിൽ ഓയിലാണ്. അപ്പൊ ആ ആൽക്കഹോളിന്റെ എഫക്ട് മുഖത്ത് വരില്ല. ശരി ശരി. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. ഓക്കെ, അപ്പോ ഏകദേശം നമ്മുടെ സമയം അവസാനിക്കാറായി. സോയപ്പൻ ഡോക്ടറെ എളുപ്പം ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തേ. സാലിസിലിക് ആസിഡ് ടിഞ്ചർ ഉപയോഗിക്കണ കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയാ?
ടിഞ്ചറിസ് ആസിഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആസിഡ് ഫോസ് ഉപയോഗിക്കുന്നതോ ടിഞ്ചർ, ആസിഡ് സൾഫ് ഉപയോഗിക്കുന്നതോ ടിഞ്ചർ? അപ്പൊ ടിഞ്ചറൊക്കെ ഡോക്ടർ എത്ര ഡ്രോപ്സ് ഒക്കെ വെച്ച് കൊടുക്കും? ഒന്നാ രണ്ടാ ടിഞ്ചർ 5 തുള്ളി വെച്ച് 4 നേരം ഉള്ളിലോട്ട് കഴിക്കാൻ കൊടുക്കും. അതെ. ആ, ഞാൻ വെള്ളത്തിലിട്ട് ടിഞ്ചേഴ്സ് ഒക്കെ 1, 2, 3 സ്പൂൺ വെള്ളത്തിലിട്ട് കഴിക്കാൻ കൊടുക്കും. നമ്മള് ഡയബറ്റീസിന് ആസിഡ് ഫോസ് ടിഞ്ചർ കൊടുക്കാറില്ലേ? ഓക്കെ. സെയിം എഫക്ട്. താങ്ക് യു ഡോക്ടറെ. ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടറെ ഞാൻ നേരത്തെ ചോദിച്ച ജയചന്ദ്രനാണ്. ഡോക്ടറെ നമ്മൾ ഈ പറഞ്ഞ പേഷ്യൻസിന് ഈ ഡിസ്കളറേഷൻ വന്നതിന് ഈ സോപ്പ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഡോക്ടർ അഭിപ്രായം എന്താ? നമ്മൾ ഈ ബെർബറി സെക്യുഫോളിയത്തിൻ്റെ ഒക്കെ സോപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, സോപ്പ് അഡ്മിസിബിൾ ആണോ? സോപ്സും നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ പ്രശ്നത്തിൽ കമേഴ്ഷ്യൽ സോപ്സിലോട്ട് പോകുമ്പോ ആ ഈ ബെർബറി സെക്യുഫോളിയത്തിന്റെ ഒക്കെ ഇടുന്ന ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല. ആ മനസ്സിലായി? അവര് 75 ഗ്രാം സോപ്പില് ആ 5 തുള്ളിയോ 10 തുള്ളിയോ ഉപയോഗിക്കണത്. ക്വാണ്ടിറ്റി ജയചന്ദ്ര ഡോക്ടർ, നമ്മൾ ആ സോപ്പ് ഉപയോഗിക്കുന്നതിനോടൊപ്പം സാറ് പറഞ്ഞ മറ്റേ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് കൂടെ ഉപയോഗിക്കും. സോപ്സ് ആണെങ്കിൽ തന്നെ നമ്മളുടെ തന്നെ കുറെ ഇതുണ്ട്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സോപ്പ് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയന്റില് എനിക്കൊരു പാർട്ടി ഉണ്ടാക്കി തരാണ്. അതായത് ഈ കുടുംബശ്രീക്കാര് സോപ്സില് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയില്, നമ്മളുടെ മെഡിസിൻസ് നമ്മൾ പറയുന്ന ക്വാണ്ടിറ്റിയില് എനിക്ക് ഒരു സോപ്പായിട്ട് തന്നെ ഉണ്ടാക്കി തരാം. മനസ്സിലാകുക? അപ്പൊ നമ്മളുടെ മെഡിസിൻസ് അതിൽ കൂടുതലാണ്. അത് നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് അയച്ചു തരാനോ അല്ലെങ്കിൽ വാങ്ങാനോ എന്തെങ്കിലും സൗകര്യം ഉണ്ടാവോ സാർ? അതിനൊക്കെ ചെയ്യാം. ആര് ചോദിച്ചു? ഞാനിപ്പോ ഇന്ന് ഒരു ഉണ്ണികൃഷ്ണൻ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. ഡോക്ടേഴ്സിനൊക്കെ ഞാൻ നവമത്ത് ഡോക്ടർ ട്രിവാൻഡ്രം അയച്ചു കൊടുത്തു. ഓക്കെ, താങ്ക് യു സാറേ. അതൊക്കെ ചെയ്യാം ഡോക്ടർ, അതൊന്നും വലിയ പ്രശ്നമില്ല. അതിന് ഡോക്ടർ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നമുക്കിന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ സാറിന്റെ ക്ലാസ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ലതാ മനോഹരൻ ഡോക്ടറെ ക്ഷണിക്കുക. താങ്ക് യു ഡോക്ടറെ, ശാന്തത്ത് ഡോക്ടറെ. വളരെ നന്ദി, നമസ്കാരം. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഡോക്ടറുടെ ഓരോ വാക്കുകളും നമ്മൾ വളരെ ക്യൂരിയോസിറ്റി ആയിട്ടാണ് നമ്മൾ കേട്ടത്. അത് നമുക്ക് എല്ലാവർക്കും പ്രാക്ടീസിനും സെൽഫായിട്ടും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. ഡോക്ടർ കൂടുതൽ ക്ലാസ് നമുക്ക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. IFPHന്റെ പേരിലും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി ഡോക്ടറെ. സാറിന്റെ കോഡ് നമ്പർ ടൈപ്പ് ചെയ്തല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സ്വന്തം സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അവരവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഈ ക്ലാസ് വളരെ പ്രയോജനം ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതിന്റെ ഫോളോ അപ്പ് ക്ലാസ്സുകളും. ഡോക്ടറെ, ഞാനൊരു ബ്യൂട്ടി പാർലർ തന്നെ തുടങ്ങാം വിത്ത് ഹോമിയോപ്പതി. നമ്മളുടെ ഹോളിസ്റ്റിക് അപ്രോച്ച് ഡാൻഡ്രഫിനൊക്കെ വേണ്ടിട്ട് ഒരു ബ്യൂട്ടി പാർലർ തന്നെ എന്റെ ക്ലിനിക്കിന്റെ മുകളിൽ തുടങ്ങുക. വെൽനസ് സെന്ററും ഒബേസിറ്റിയും യോഗ മറ്റേ ഇതൊക്കെ വെച്ചിട്ട് എയറോബിക്സ്, യോഗ, അതിന്റെ കൂടെ ഒബേസിറ്റിക്ക് വേണ്ടി നമ്മളുടെ മെഡിസിൻസ് ക്ലബ് ചെയ്ത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാം. നല്ല കാര്യം. അത് ഇതെല്ലാം പല സ്ഥലത്തായിട്ട് ചിന്നിച്ചേറി കിടപ്പുണ്ടായിരുന്നു ഹോമിയോപ്പതിയിൽ. ഡോക്ടർ ഇപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ഇതാക്കിയപ്പോഴാണ് എല്ലാരും ഇത്രയൊക്കെ ചിന്തിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് അറിയില്ല വില എന്താണ്. അതാണ്, എല്ലാത്തിനുമുള്ള കാര്യങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. അത് എങ്ങനെ പാക്കേജ് ചെയ്യാ, മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്തത്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു സൂചനയൊക്കെ ഇപ്പൊ കിട്ടി തുടങ്ങി. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇന്ന് ഈ ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇന്ന് പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.